പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പോകുന്നത് നോളജ് സിറ്റി, അതുപോലെ തന്നെ മടവൂർ, സി എം മക്കാം അങ്ങനെ ഭാഗത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. നമ്മൾ വണ്ടി കാത്ത് നിൽപ്പാണ്. വണ്ടി വന്നാൽ നമുക്കുടനെ പുറപ്പെടാം. അപ്പോൾ നോമ്പിന് മുമ്പായിട്ട് നമുക്ക് ജാമിൽ ഫുത്തൂർ മസ്ജിദിൽ ഒന്ന് നിസ്കരിക്കണം, ജമാഅക്ക് കൂടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഇന്ന് ഇവിടെ കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും നിസ്കാരത്തിൽ പങ്കെടുത്ത് ജമാ കൂടിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഒരു 11:30 മണി രാവിലെ ആയപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നോളജ് സിറ്റിയിൽ എത്തി. നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് KSRTC ബസ് പിടിച്ചിട്ട് ബസ്സിന് പോയത്. അപ്പോൾ നമ്മൾ ജുമാ നിസ്കാരം ലക്ഷ്യം വെച്ചാൽ പോയത്. ഏതാണ്ട് നമുക്കൊരു 11:50 ആയപ്പോൾ നമ്മൾ അവിടെ എത്തി, കൈതപ്പുഴയിലെത്തി. അവിടുന്ന് പിന്നെ അങ്ങോട്ട് 12 മണിക്ക് മുമ്പ് നമ്മൾ അവിടെ എത്തിച്ചേർന്നു. അതുകൊണ്ട് ആളുകളൊക്കെ ജുമാക്ക് പള്ളിയിൽ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിസ്കാരം കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സാപ്പാട് കിട്ടി. നമുക്ക് ഉച്ചക്കത്തെ സാപ്പാട് ഇവിടെ കിട്ടി. അത് നമ്മൾക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. കാനെ വാലോക്ക നാം ദാനെ ദാനെ പലിക്കാഹ എന്ന് ഉറുദുക്കാരൊരു ചൊല്ല് പറയും. എന്ന് പറഞ്ഞാൽ ഓരോ മണി ധാന്യത്തിലും തിന്നുന്നവൻ്റെ പേര് എഴുതിയിട്ടുണ്ട് എന്ന് അവരൊരു ചൊല്ല് പറയുന്നതാണ്. എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഇന്നത്തെ ഭക്ഷണം ഇവിടെയാണ് കിട്ടിയത്. നമുക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം കിട്ടും എന്ന് നമുക്കൊരു സങ്കല്പം ഇല്ലായിരുന്നു. പക്ഷേ ഏതാണ്ട് ആളുകൾ നമ്മളോട് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് സാപ്പാട് ഇവിടെ പോയാൽ കിട്ടും, ഇവിടുത്തെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് പ്രത്യേക ഒരു സ്ഥലം തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ സാപ്പാട് കഴിച്ചു. അതിന് പ്രത്യേകിച്ച് ഷോർബാഖാന എന്ന് പറയുന്ന ഒരു പ്രത്യേക ഹാള് തന്നെ അതിന് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന ആളുകൾക്കും വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള രോഗികൾക്കൊക്കെ ഔഷധക്കഞ്ഞി എല്ലാ ദിവസവും രാവിലെ 8 തൊട്ടിട്ട് 12 മണി വരെ വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. അതിൻ്റെ പുറമെ ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൊച്ചിക്കോയ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭവമുണ്ട്. അത് സ്പെഷ്യലാണ് കോഴിക്കോട് ജില്ലക്കാരുടെ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഞാനും കേട്ടു. കൊച്ചിക്കോയ എന്ന് പറയുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. അവരുടെ ഒരു ആഹാര വിഭവം, ഒരു സ്പെഷ്യലാണത്. അപ്പോൾ അത് എല്ലാ ദിവസവും വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ടാവും. പക്ഷെ അന്നും കഞ്ഞി കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ വെള്ളിയാഴ്ച ദിവസം ജുമായ്ക്ക് ശേഷം വരുന്ന ആളുകൾക്കൊക്കെ ഏതാണ്ട് ബിരിയാണി കൊടുക്കുന്നുണ്ട്. അത് നമുക്കും കിട്ടി, നമ്മൾ കഴിച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാനേവാലൊക്കെ നാം ദാനെ ദാനെ പലിക്കാഹ എന്ന് ഉറുദുക്കാർ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഓരോ ധാന്യമണിയിലും അവൻ്റെ പേര് എഴുതിയിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു ചൊല്ല് പറയുന്നതാണ് അവർ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും അറിയില്ല നമുക്കിവിടെ സാപ്പാട് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാപ്പാട് ഇവിടെയാണ് നമുക്കും അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് സാപ്പാട് കിട്ടി. ഏതാണ്ട് വലിയ അത്ഭുതം തന്നെയാണ്. കാരണം ഇത്രയും ആളുകൾക്ക് ഇതൊക്കെ വെച്ച് വിളമ്പളം കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതൊക്കെ കൊണ്ടു നടക്കാനൊക്കെ ഒരു കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വലിയ അത്ഭുതം തന്നെ. ഇവിടുത്തെ സിയാറത്ത് കഴിഞ്ഞ് നാപ്പാടൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഏതാണ്ട് നമ്മൾ ഉടുങ്ങാട് മക്കാമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മക്കാം കയറിയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പോകാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അടുത്ത പരിപാടി മടവൂരാണ്. അപ്പോൾ ഞങ്ങൾ 3 ആൾക്കാർ മടവൂർ മക്കാമിലേക്ക് പോവാണ്. കാനെ വാലോക്ക നാം ദാനെ ദാനെ പെ ലിക്കാന്ന് ഉറുദുവിൽ ഒരു ചൊല്ല് പറയും. ഞങ്ങളെ ഇന്നത്തെ ചോറ് നോളജ് സിറ്റിയിലായിരുന്നു, ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. അവിടെയാണ് അരി എറിഞ്ഞത്. അവിടുന്ന് ചോറും തിന്ന് ഞങ്ങൾ അവിടുത്തെ സിയാറത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ മടവൂര് പോവാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം. ഇപ്പോൾ നമ്മൾ മടവൂരെത്തിയപ്പോൾ നമ്മൾ മടവൂര് ദർശനം കഴിഞ്ഞ് നമുക്ക് നേരെ നാട്ടിലേക്ക് മടങ്ങാം. ഇവിടെ നമ്മൾ ഇവിടുത്തെ സിയാറത്ത് കഴിഞ്ഞ് ഏതാണ്ട് അസറായി തുടങ്ങി. അപ്പോൾ വൈകിട്ട് ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് നാട്ടിലേക്ക് തിരിക്കുകയും വേണം. നമുക്ക് പോയി നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു പ്രാവശ്യം നോളജ് സിറ്റിയിൽ ജാമിൽ ഫുത്തൂറിൽ തറാവിക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ അതിമനോഹരമായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം നോക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവിടെ പോയിരുന്നു. ഒരു ദിവസം നമ്മൾ നോമ്പ് തുറന്നത് അവിടെ വെച്ചിട്ടാണ്. ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്യാം.
അപ്പോൾ നമ്മുടെ റമദാൻ നോമ്പിവിടെ അടുത്ത് ആയി. അപ്പോൾ നോമ്പിന് തറാവി നമസ്കാരത്തിൽ ഖത്തം തീർക്കുന്ന പള്ളി ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ പെടുന്നുവെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ തിരൂർ, നമ്മുടെ വലുത്തൂർ, പൊന്മുണ്ടം, കൽപ്പകഞ്ചേരി ഭാഗത്ത് എവിടെയെങ്കിലും തറാവിക്ക് ഖത്തം തീർക്കുന്ന പള്ളി ഉണ്ടെങ്കിൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ കോട്ടക്കൽ പോയി പങ്കെടുക്കണം. കോട്ടക്കൽ മസ്ജിദ് സഹാബയിലാണ് ഞാൻ പങ്കെടുക്കാറ്. കഴിഞ്ഞ പ്രാവശ്യം ഇൻഷാല്ലാഹ് അവിടെ പങ്കെടുത്തത്. അപ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്നുവെന്ന് കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.